പടവെട്ടി പൊരുതാനൊരുങ്ങി ഗൗരിയുടെ ഈ മാറ്റം ശങ്കറിന് താങ്ങാനാവാത്തത്. ഗൗരി ശങ്കരൻ പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത്. വേറെ ഒന്നുമല്ല, ആദ്യം തന്നെ നമ്മുടെ ഗൗരി കമലയ്ക്കരികിൽ വന്നിങ്ങനെ കമലയടുത്തിയോടെ ഇങ്ങനെ പറയുന്നുണ്ട്, കമലയടുത്ത് ഇങ്ങനെ ജോലിയൊന്നും ചെയ്യല്ലേ, നമുക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിനെയും കൂടി ഒന്ന് കാണിച്ചു നോക്കാം, ഒരു ഡോക്ടറിൻ്റെയും കൂടി ഒപ്പീനിയൻ നമുക്ക് എടുത്ത് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ ജോലിക്കാരി ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ രാധാമണി തങ്കച്ചിയും അറിയും എന്നുള്ള ഒരു കാര്യം നമുക്ക് ഉറപ്പായി. പിന്നീട് നമ്മുടെ ആദർശ് ഇങ്ങനെ രഞ്ജുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, മേലാൽ എന്നെ വിളിക്കരുത്, ഇങ്ങനത്തെ അപ്രോച്ച് എനിക്ക് ഒരു രീതിയിലും സ്വീകരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ തുറന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട്, ആദർശിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ആദർശമായിട്ട് സ്നേഹിക്കാൻ പറ്റില്ല എന്ന് മാത്രം എന്നോട് ഇങ്ങനെ പറയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ വേണി നമ്മുടെ നന്ദിനി അമ്മയോട് ഇങ്ങനെ എന്തോ ചോദിക്കുമ്പോൾ നന്ദിനി അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഭർത്താവിന് എന്തെങ്കിലും ഒളിക്കാനുണ്ടെങ്കിൽ ഭർത്താവ് ഉറപ്പായും ഫോണിൻ്റെ പാസ്വേഡ് മാറ്റിയിരിക്കുമോ എന്നിങ്ങനെ നമ്മുടെ വേണിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ വേണിക്ക് ആദർശിനെ സംശയം തന്നെ ആകുന്ന ആ ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേണിയുടെ ആ ഒരു പടയൊരുക്കം തന്നെയായിരിക്കും നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ ഗൗരിയുടെ ഈ ഒരു നീക്കത്തിന് നമ്മുടെ ശങ്കർ കൂട്ടു നിൽക്കുമ്പോൾ, ശങ്കർ ഒരു മുന്നറിയിപ്പ് ഓൾറെഡി നൽകിക്കഴിഞ്ഞു, ഇനി അവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്നത്. അപ്പോൾ ഇനിയും ഗൗരി അവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ഗൗരിക്ക് താങ്ങായി ശങ്കർ ഇനി ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.